കടുവാ ഭീതി ഒഴിയാതെ വയനാട് തലപ്പുഴ മേഖല. തലപ്പുഴ കമ്പിപ്പാലത്ത് ജനവാസ മേഖലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവയുടെ സാന്നിധ്യമുണ്ടായിട്ടും വനംവകുപ്പിന് അലംഭാവമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സമീർ സി മുഹമ്മദ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള ജനങ്ങളുടെ ആശങ്ക? നമുക്കറിയാം. എന്താണ് ഈ തലപ്പുഴയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത്? വനംവകുപ്പിനെതിരെ അവർ ഉയർത്തുന്ന പരാതി എന്താണ് സമീർ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയുടെ വിവിധ മേഖലകൾ വന്യജീവി ആക്രമണ ഭീതിയിലാണ്. വന്യജീവികളുടെ സാന്നിധ്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പ്രദേശവാസികൾ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഭീതിയോടുകൂടിയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തലപ്പുഴ മേഖലയിലാണ്. തലപ്പുഴ മേഖലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പല തവണ കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ എത്തി പരിശോധന നടത്താനൊന്നും വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്നലെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് പരിശോധന നടത്തി അവിടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും അത് പരിശോധിച്ചപ്പോൾ അത് കടുവയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഈ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ അത്തരമൊരു നടപടിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങിയിട്ടില്ല. അതിനാലാണ് ആ നാട്ടുകാർ വലിയൊരു ഭീതിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത്, പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വരും ദിവസങ്ങളിൽ അവിടെ ആദ്യഘട്ടത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കും. എന്നിട്ട് സ്ഥിരമായി കടുവയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ കൂട് സ്ഥാപിക്കാം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മേപ്പാടി അതുപോലെ പാടിവയൽ മേഖലയിൽ പുലി ഇറങ്ങിയിരുന്നു. അവിടെയുള്ള കർഷകരുടെ 2 ആടുകളെയാണ് കൊന്നത്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമാണ്. ഇപ്പോൾ തലപ്പുഴ കമ്പിപ്പാലത്താണ് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്.